നമുക്ക് ആവശ്യമായ ഒരു രണ്ട് സാധനം വേണ്ടുവേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. തേക്കിൻ്റെ ഇലയായിരിക്കും. കണ്ട, ഇത് ചോന്ന് വരും. എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു 2-3 ഇല മതി. പിന്നെ വേണ്ടത് പിന്നെ ഇത് കുരുമുളകിൻ്റെ ഇല, പിന്നെ വെത്തില, ഒരു 2 കഷ്ണം വെത്തില. ഈ സാധനത്തിനെ കൊണ്ട് നമ്മളെ ശരീരത്തിലെ ചുണങ്ങ്, എന്താ പറയുക, താരൻ, പിന്നെ സോറിയാസിസിൻ്റെ പിന്നെ പൊട്ട്, അതെല്ലാം ഇതിനെ കൊണ്ട് മാറും. പിന്നെ വെരിക്കോസ് വന്നിട്ട് ഇതായ പൊട്ട്, അതെല്ലാം ഇതിനെ കൊണ്ട് മാറാവുന്ന ഒരു അടിപൊളി ഒരു ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനാവശ്യമായ ചീനച്ചട്ടി വെക്കുക. ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഇത് നമുക്കിങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടാം. ചെറുങ്ങനെ ഒന്ന് മുറിച്ചിടണമെന്നൊന്നും ഇല്ല, ഇതിങ്ങനെ ഇടവക്ക്. ഇത് ഞാൻ മുറിച്ചിടുന്ന ഇത് വേഗം ആണ്ടിയില്ല. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മളെ റെഡ് കളറിലെ എണ്ണയാവും. നല്ല വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ, ഇനി പറയാം നിങ്ങളെ നാട്ടിൽ എന്നാ പറയാന്നല്ല, നമ്മളെ ഈ നാട്ടിൽ പറയും തേക്കിൻ്റെ ഇലന്ന്. പിന്നെ അധികാളും തേക്കിൻ്റെ ഇല എന്നാണ് പറയുക. ചോന്ന എണ്ണ, ഇത്രയും ചോപ്പുണ്ടാവും ഈ എണ്ണയ്ക്ക്. ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഏത് കല, എന്താ പറയുക, ശരീരത്തിലേടെ ചൊറിഞ്ഞ് പൊട്ടി കൊതുക് കടിച്ചിട്ട് എല്ലാം പൊട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ വന്നാൽ ഇത് തേച്ച് കൊടുത്താൽ മതി. കൊതുക്, പ്രാണി എല്ലാം നമ്മളിങ്ങനെ എന്തെങ്കിലും പിന്നെന്ന് വെച്ചാൽ കൊടുത്തെല്ലാം തട്ടിയിട്ട് പൊന്തിക്കഴിഞ്ഞാലും ഇത് തേച്ച് കൊടുത്താൽ മതി, പെട്ടെന്നാവും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അരക്കട്ടീന് സ്ക്രാഷസ് വരില്ല. ആ സമയത്ത് നമ്മൾ പമ്പസെല്ലാം ഇട്ടിട്ട് ആ സമയത്ത് എൻ്റെ മോളെ കുഞ്ഞെനിക്ക് ഇതേപോലെ ആയിട്ട് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിച്ചത്, വേറെ ഒരു സാധനം ഉപയോഗിച്ചത്. അപ്പോൾ അവരത് കുഞ്ഞൻ്റെ അത് പോയിന്. അതൊരു ആഴ്ച തേച്ചാൽ മതി. ഇത് താരൻ, അതിനെല്ലാം നല്ല ബെസ്റ്റ് സാധനമാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതിങ്ങനെ ഉപയോഗിച്ച്, ഞാൻ ഒരു പ്രാവശ്യം ആക്കിയിട്ട് ഉപയോഗിച്ചിട്ട് തീർന്നു. എന്നിട്ട് ഇത് രണ്ടാമത്തേതാക്കുന്നു. പിന്നെ ഈ പൊള്ളിയ കല എല്ലാത്തിനും നല്ല സാധനമാണ് ഇത്. ഞാൻ കുറേ മുൻപേ ആക്കിയത്, ഇതിൽ നിറച്ചും ആക്കി വെച്ചതാണ്. അത് തീർന്നു. ഇതെങ്ങനെയുണ്ട് അതായത്. അതുപോലെ നിങ്ങളെല്ലാവരും ഇതാക്കുക. ഇത് എന്താ പറയുക, ഇങ്ങനത്തെ എന്താ പറയുക, നമ്മളെ വീട്ടിൽ പറമ്പിൽ തന്നെ ഇങ്ങനത്തെ തേക്കിൻ്റെ ഇല ഉണ്ടാവും. അതിൻ്റെ തിരള് മാത്രം എടുക്കാവും. ആ തിരളെടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു കറിവേപ്പില ഒരു കുരുമുളകിൻ്റെ 2 ഇലയും വെത്തിലയും ഈ 3 സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് കുരുമുളകിൻ്റെ ഇല. ഇതൊരു 3 മാത്രം വെച്ചിട്ട് നിങ്ങൾ ഇതേപോലത്തെ നല്ല അടിപൊളി ഓയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ശരീരത്തിൽ തേച്ച് നോക്കുക. നല്ല ഏടെ കറുപ്പുണ്ടെങ്കിലും അത് മാഞ്ഞ് കിട്ടും. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതേപോലത്തെ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.